RSSന്റെ സൈദ്ധാന്തികനായിരുന്ന അല്ലെങ്കിൽ RSS ചിന്തകനായിരുന്ന TG മോഹൻദാസ്, ചിന്തകനായിരുന്ന ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ RSSകാർ പറയുന്നത് ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചിന്തകനോ ബൗദ്ധിക ബുദ്ധിജീവിയോ ഒന്നും അല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആയിരുന്ന TG മോഹൻദാസിനെതിരെ IT ആക്ട് 66 പ്രകാരവും കേരള പോലീസ് ആക്ട് 120(0) പ്രകാരവും BNS ഭാരതീയ ന്യായ സംഹിത 79, 192, 351(1)(b), 351(3) ഇതിൽ BNS 79 വിമർശനങ്ങൾ കൊടുത്ത ആളുകൾ വിമർശിച്ചതിന് ശേഷം ചേർത്തൊരു വകുപ്പാണ്. കോടതി പ്രത്യേകം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവയിൽ നോൺ ബൈലബിൾ ഒഫൻസ്, അതായത് ഇത്രയും വകുപ്പുകൾ ചേർത്തിട്ടുണ്ടെങ്കിലും അതിന് നോൺ ബൈലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ, അത് പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ അല്ലെങ്കിൽ IPCയിലെ 351(3)(b) മാത്രമാണെന്നും അതിൻ്റെ പരമാവധി ശിക്ഷ 3 വർഷമാണെന്നുമാണ്. ഇവിടെ പോലീസിൻ്റെ നടപടിയെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം വരുന്നത്, സുപ്രീം കോടതി നിർദ്ദേശ നിയമ തത്വം അനുസരിച്ച് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ BNS 35(3) നോട്ടീസാണ് സാധാരണ നിയമ നടപടി. നേരിട്ടുള്ള അറസ്റ്റ് എക്സെപ്ഷനിൽ നിന്ന് കോടതി വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല? ഇതൊരു സാങ്കേതിക ചോദ്യം മാത്രമല്ല, രാഷ്ട്രീയ ചോദ്യം കൂടിയാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷക്കാരും മറ്റ് കോൺഗ്രസിലെ ഒരു വിഭാഗവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോലീസിൻ്റെ ഒന്നാമത്തെ ന്യായം, പ്രതി ഒളിവിൽ പോകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ പ്രതി ഒളിവിൽ പോയില്ല. അദ്ദേഹം നോട്ടീസ് നൽകാത്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം കോടതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നോട്ടീസ് നൽകിയാൽ ഒരുപക്ഷെ പ്രതി ഒളിവിൽ പോയാലോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താത്തത്. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, പരാതിക്കാരനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന പോലീസിൻ്റെ ആശങ്ക കേൾക്കുമ്പോൾ ഗുരുതരമാണ്. പക്ഷേ കോടതി അതിനേക്കാൾ അടിസ്ഥാനം വെച്ചത് ഈ ആശങ്കകൾക്ക് പിന്നിൽ എന്താണ് പ്രത്യേക തെളിവുള്ളത്? അപ്പോൾ നല്ല ചർച്ചയാണ്, വലിയ ചർച്ചയാണ് കോടതിയിൽ നടന്നത്. അവസാനം പോലീസ് അയാളുടെ അറിയപ്പെടുന്ന വീട്ടിൽ നിന്നാണ്, പ്രതി അവിടെ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പരിശോധന നടന്നു. അതിനാൽ പ്രതി അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെന്നോ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നോ കാണിക്കുന്ന സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ് രേഖകളിൽ കാണുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ കോടതി വളരെ കൃത്യമാണ്. TG മോഹൻദാസ് എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യമാണ് പറയുന്നത്. ഒളിവിൽ പോയിട്ടില്ലാത്ത ഒരാളെ ഒളിവിൽ പോകുമെന്ന അനുമാനത്തിൻ്റെ പേരിൽ നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ നിയമപരമായ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു കോടതിയുടെ അടുത്ത ചോദ്യം. ഈ ഉത്തരവിൻ്റെ പോലീസ് ലഭിച്ച ഭാഗത്ത് തൃപ്തിയുടെ മറുപടി കോടതിക്ക് കണ്ടെത്താനാവുന്നില്ല. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ളതാണ് അടുത്ത പോലീസ് പറഞ്ഞൊരു കാര്യം. അതും കോടതി ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചോദിച്ചു. എന്തായാലും 3-4 വീഴ്ചകളുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനം വരികയാണ്. അത് RSSനെ സഹായിക്കാനാണെന്നുള്ള രീതിയിൽ വളരെ വലിയ വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ വലിയ വീഴ്ചയെ സംബന്ധിച്ച് പോലീസിൽ 6-7 വലിയ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഇങ്ങനെ പറയുന്നു. പക്ഷേ അത് ഇതിൻ്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് കോടതിയാണ് വിലയിരുത്തേണ്ടത്. എന്തായാലും നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമാണ്, TG മോഹൻദാസിൻ്റെ വിഷയമുണ്ടായതിനു ശേഷം TG മോഹൻദാസ് ചെയ്തത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹതയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അദ്ദേഹം പൊതുമാപ്പ് പറയണം. കോടതിയിൽ മാപ്പ് പറഞ്ഞിറങ്ങിയെന്നൊക്കെയാണ് കേൾക്കുന്നത്, അറിയില്ല. ഖേദം പ്രകടിപ്പിച്ചു, മാപ്പ് പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതെന്താണ് സത്യമെന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാത്തത് ബോധപൂർവമാണെന്നുള്ളൊരു വാദമുണ്ട്. നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം മുങ്ങിക്കളയുകയോ തെളിവ് നശിപ്പിക്കുകയോ, അത് കാര്യം മൊബൈൽ ഫോണൊക്കെ അദ്ദേഹത്തിൻ്റെ ഇരിക്കുകയല്ലേ, തെളിവ് നശിപ്പിക്കുകയോ വലിയ പെട്ടെന്ന് വക്കീലിനെ നല്ല വലിയ വക്കീലിനെ വയ്ക്കുക, അതല്ലെങ്കിൽ വക്കീലിനെ വയ്ക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ പലതരത്തിൽ വക്കീലന്മാരുമായിട്ട് പല നിയമവിദഗ്ധരുമായിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടുമോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോയി അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് കൊണ്ടുപോയത് എന്നാണ് പോലീസിൻ്റെ വാദം. വാദവും അന്യായവും ന്യായാന്യായങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ TG മോഹൻദാസ് ഒരു കുലുക്കമില്ലാതെ മാപ്പ് പറഞ്ഞു എന്നൊരു വാദവും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ നിജസ്ഥിതി അറിയില്ല. ഇതിൻ്റെ നാൾ വഴി വെച്ച് നോക്കുമ്പോൾ TG മോഹൻദാസ് യാതൊരു പ്രകോപനമില്ലാതെ നിരവധി സ്ത്രീകളെ, മുഴുവൻ സ്ത്രീ സമൂഹത്തെയും അല്ലെങ്കിൽ ഒരു വലിയ പാർട്ടിയും പറയുന്നത് ശരിയല്ലല്ലോ, ഇടതുപക്ഷക്കാരെല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ എവിടെയെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അസാൻമാർഗിക ജീവിതം നയിക്കുകയോ സാൻമാർഗിക ജീവിതത്തോട് തിരിഞ്ഞിരിക്കുകയൊക്കെ ചെയ്താൽ മുഴുവൻ സമൂഹവും അങ്ങനെയാണ് എന്ന് പറഞ്ഞുള്ള ഒരു വിലയിരുത്തൽ, ഞാനായിരുന്നെങ്കിൽ വെടിവെച്ചേനെ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒന്നും ചെയ്യാനില്ല. അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി അല്ലേ ഇപ്പോൾ, നരേന്ദ്രമോദിയല്ലേ ഇപ്പോൾ പ്രധാനമന്ത്രി, എന്തേ വെടിവെക്കാത്തത്? അതല്ല, അത് ഓരോ സ്റ്റേജിലും ഓരോ കാലഘട്ടമാണ്. ഒരു സംഭവം നടക്കുന്ന, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന പോലെ വേറെ ഇൻസിഡൻറ്റ്, കാലത്തിന് വ്യത്യാസമുണ്ട്, സമയത്തിന് വ്യത്യാസമുണ്ട്, വിഷയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ സാധൂകരിച്ചതും
അതിനെ ന്യായീകരിച്ചും ചെയ്ത ടി ജി മോഹൻദാസിൻ്റെ വീഡിയോ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും കോടതിയിൽ വളരെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി അവസാനം ടി ജിക്ക് ജാമ്യവും കിട്ടി എന്നുള്ളതാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ ടി ജിക്ക് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി ചുമത്തേണ്ടിയിരുന്നു എന്നുള്ള വാദവും വരുന്നു. എന്തായാലും നിലവിൽ 3 വർഷം ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. എന്തായാലും ടി ജി മോഹൻദാസ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കേസ് പറയലായിരിക്കും പ്രധാനം. ഇനി അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കണമെന്ന് സൈബർ കോടതിയോ സർക്കാരോ ഹൈക്കോടതിയിൽ പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.